വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂൾസുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ റൂൾസിൽ എന്തെല്ലാം അമെൻമെൻറ്റുകളാണ് വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നൊരു ഡീറ്റെയിൽഡ് ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ അത് തുടർച്ചയായിട്ട് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. റൂൾ 5 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ റൂൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റൂൾ 5 ആണ്. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ് റൂൾ 5. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അത് വളരെ കുറേ കണ്ടൻറ്റുകൾ ഉള്ളത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എല്ലാ കണ്ടൻറ്റുകളും ഒന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഓടിച്ചു പോകാം കേട്ടോ. റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? ദ ബൈലോസ് ഓഫ് എ സൊസൈറ്റി ഷാൾ നോട്ട് ബി കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് ദീസ് റൂൾസ് ആൻഡ് മേ ഡീൽ വിത്ത് ഓൾ ഓർ എനി ഓഫ് ദ മാറ്റേഴ്സ് സ്പെസിഫൈഡ് ബിലോ. അതായത് ബൈലോസ് തീർച്ചയായിട്ടും എന്തിന് കോൺട്രാറി ആവാൻ പാടില്ല? ആക്ടിൻ്റെ പ്രൊവിഷൻസിന് കോൺട്രാറി ആയിട്ടുള്ള ഒരു ബൈലോസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമോ? ഉള്ള ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമോ? രജിസ്ട്രാർ ഇല്ല അല്ലേ? അപ്പോൾ അതാണ് പറയണത്. അതായത് ബൈലോസ് കോൺട്രാറി ആവാൻ പാടില്ല. ആക്ടിൻ്റെ പ്രൊവിഷൻസുമായി ഒത്തു നിൽക്കുന്ന ബൈലോസ് മാത്രമേ സൊസൈറ്റി ഉണ്ടാക്കാൻ പാടുള്ളൂ. അതിനനുസരിച്ചുള്ള റൂൾസിൻ്റെയും പ്രൊവിഷൻസും ആക്ടിൻ്റെ പ്രൊവിഷൻസും അനുസരിച്ചിട്ടുള്ള ബൈലോസ് ആയിരിക്കണം ഒരു സൊസൈറ്റി ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ കുറേ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? അത്യാവശ്യം പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ദ നെയിംസ് ആൻഡ് വളരെ ബുദ്ധിമുട്ടുള്ള പോയിന്റുകളൊന്നുമല്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊന്ന് ഓടിച്ചു പോവാം. ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി. അഡ്രസ്സും നെയിമും ഉണ്ടാകും സൊസൈറ്റിയുടെ. അതിൻ്റെ ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്ട്സ്, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ അങ്ങനെ അവരുടെ ഒരു വർക്കേഴ്സ് സൊസൈറ്റി കാണാറുണ്ട്. പിന്നെ പ്രവാസികളുടെ സൊസൈറ്റികൾ കാണാറുണ്ട്. അതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കിയാൽ കാണാം അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ യൂണിയൻ്റെ സൊസൈറ്റികളുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ പോലെയുള്ള സൊസൈറ്റികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫർണിച്ചർ മേക്കേഴ്സിൻ്റെയൊക്കെ സൊസൈറ്റികളുണ്ട് കേട്ടോ. അവരുടെ പ്രൊഡ്യൂസേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൊസൈറ്റികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓണേഴ്സാണ് അതിലത്തെ മെമ്പേഴ്സായിട്ട് വരിക. ഓക്കെ, അത് ആ പണി ചെയ്യുന്ന ആളുകളാണ് അതിലെ മെമ്പേഴ്സായിട്ട് വരിക. അപ്പം അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ ഒബ്ജക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ കോമൺ ആണോ, എന്താണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടതാണോ, ഏത് രീതിയിലുള്ള സൊസൈറ്റിയാണ് എന്നെല്ലാം അതിൽ വ്യക്തമായിട്ടുണ്ടാവും. ദ മാനർ ഇൻ വിച്ച് ആൻഡ് ദ ലിമിറ്റ് അപ് ടു വിച്ച് ദ ഫണ്ട്സ് ഓഫ് ദ സൊസൈറ്റി, എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എത്ര ഫണ്ടാണ് മാക്സിമം ഉള്ളത്, അതെല്ലാം റേസ് ചെയ്യണതിനെ സംബന്ധിച്ച് മാക്സിമം ഷെയർ ക്യാപിറ്റൽ ഒരു മെമ്പർ ഹോൾഡ് ചെയ്യുന്ന അതിൻ്റെ അളവ്, എത്ര ഹോൾഡ് ചെയ്യാം, അപ്ലിക്കബിൾ എത്രയാണ് എന്നൊക്കെ, അതായത് മാക്സിമം ബോറോയിങ് പവർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദ ടേംസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് അഡ്മിഷൻ ടു മെമ്പർഷിപ്പിന് അഡ്മിഷൻ നടത്തുമ്പം എന്തെല്ലാം ടേംസും ക്വാളിഫിക്കേഷൻസും വേണം, ഒരു പേയ്മെൻറ്റ് എന്തെല്ലാം സാധനങ്ങളാണ് അവിടെ അടയ്ക്കേണ്ടത്, അഡ്മിഷൻ ഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൊണേഷൻസ് ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം എന്തൊക്കെ എക്സസൈസ് ചെയ്യണം ഒരു മെമ്പർഷിപ്പ് റൈറ്റ് കിട്ടുക എന്നെല്ലാം ഇതിൽ സ്പെസിഫൈഡ് ആണ്, ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവണം. The privileges, rights, duties and liabilities of members including nominal or associate member. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിൻ്റെ പ്രിവിലേജസും റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ബൈലോസിലാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഫോർ ദ ഡെറ്റ്സ് കോൺട്രാക്റ്റഡ് ബൈ ദ സൊസൈറ്റീസ്. അവരുടെ എക്സ്റ്റെൻറ്റ് ലൈബിലിറ്റി എത്ര എക്സ്റ്റെൻറ്റ് വരെ പോവും എന്നുള്ള അതിൻ്റെ നേച്ചറും എല്ലാം ഇതിൽ സ്പെസിഫൈഡ് ആണ്. ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് വിഡ്രോവൽ ഫ്രം, ഇനിയിപ്പോൾ മെമ്പർഷിപ്പ് വിഡ്രോ ചെയ്യണം, അത് പെർമിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും, അതിനെന്തെങ്കിലും പെനാലിറ്റി ഉണ്ടോ, ലെവീഡ് ഓൺ മെമ്പേഴ്സ് ഫൗണ്ട് ടു ബി ഗിൽറ്റി, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ബൈലോസിൻ്റെ ബ്രീച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെനാലിറ്റിയെക്കുറിച്ച്, കോൺസിക്വൻസസ് ഓഫ് ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് എനി സം ഡ്യൂ ബൈ എ മെമ്പർ, എന്തെങ്കിലും കോൺസിക്വൻസസ് ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത്, കണ്ടീഷൻസ് റിഗാർഡിംഗ് സെയിൽ ഓർ ഡിസ്പോസൽ ഓഫ് പ്രൊഡ്യൂസ് ഓഫ് മെമ്പേഴ്സ് വേർ എവർ അപ്ലിക്കബിൾ, പിന്നെ ദ പ്രൊസീജിയർ ഫോർ എക്സ്പെൽഷൻ ഓഫ് മെമ്പർഷിപ്പിൻ്റെ പ്രൊസീജിയേഴ്സ്, ഹൗ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ എക്സ്പെൽഡ് മെമ്പർ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്ന്, അദ്ദേഹത്തിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും എക്സ്പെൽഡ് ആയ ഒരാളുടെ
അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്, മാനർ ഓഫ് മേക്കിംഗ്, അമെൻഡിങ് ആൻഡ് റിപ്പീലിംഗ് ബൈലോസ് അതും പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് മേക്കിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് അമെൻഡിങ് നടത്തുന്നത്, എങ്ങനെയാണ് ബൈലോസ് റിപ്പീൽ ചെയ്യുന്നത്, ഇതിൻ്റെ മാനർ, രീതികൾ വിശദീകരിക്കുന്നുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മിറ്റി ആൻഡ് റിമൂവൽ ഓഫ് ദ ഓഫീസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പവേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദ ഓഫീസേഴ്സ്. ഓക്കെ, അത് പറയുന്നുണ്ട്. ദ മോഡ് ഓഫ് കസ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് മോഡ് ഓഫ് കീപ്പിംഗ് ദ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ദ പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് സച്ച് ആനുവൽ ഓർ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് സ്പെസിഫൈഡ് ഇൻ ദീസ് റൂൾസ് ആൻഡ് ദ പബ്ലിക്കേഷൻ ഓഫ് ദ സെയിം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് എ പ്രൊവിഷണൽ കമ്മിറ്റി വേർ എവർ നെസസറി. ഓക്കെ, പിന്നെ ദ മോഡ് ഓഫ് കൺവീനിങ് ആനുവലും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇഷ്യൂ നോട്ടീസ് എങ്ങനെ ഇഷ്യൂ ചെയ്യണം, അത് എത്ര ദിവസത്തിനുള്ളിൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യണം മെമ്പേഴ്സുമായിട്ടുള്ള, അതിൻ്റെ മോഡ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻ ദ ഇവൻ്റ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണെങ്കിൽ ഈ സർപ്ലസ് അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ടക്ട് ഓഫ് എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന കമ്മിറ്റിയുടെ അല്ലെങ്കിൽ അതർ ബോഡീസും ബൈലോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ ഈ മെമ്പർ റൈറ്റ് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസും അതുപോലെ അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഫിലിയേഷൻ ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അതുപോലെ ഫിനാൻസിങ് ബാങ്ക് ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ചാർജസ് ടു ബി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് അഫിലിയേഷൻ മാത്രമല്ല, അഫിലിയേഷൻസുമായി ബന്ധപ്പെട്ട ചാർജസ് എന്തെല്ലാം പെയ്ഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച്, ദ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് വിഡ്രോവൽ, അതുപോലെ തന്നെ ഇന്നെലിജിബിലിറ്റി, ഡെത്ത് ഓഫ് മെമ്പേഴ്സ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് സൊസൈറ്റി ഫോളോ ചെയ്യേണ്ടത്, ദ കണ്ടീഷൻസ് ഇഫ് എനി അണ്ടർ വിച്ച് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ മേ ബി പെർമിറ്റഡ്, പിന്നെ ദ മെത്തേഡ് ഓഫ് അപ്രോപ്രിയേറ്റിംഗ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ മെമ്പേഴ്സ് ഫ്രം ഹൂം മണി ഓർ ആർ ഡ്യൂ, പിന്നെ ഓതറൈസേഷൻ ഓഫ് ഓഫീസർ സൈൻ ഡോക്യുമെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട് എന്തെങ്കിലും ഡിഫെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതർ ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി വരുമ്പം എങ്ങനെയാണ് ഓഫീസേഴ്സ് ഓതറൈസ് ചെയ്യേണ്ടത്, ആ രീതികളെക്കുറിച്ച്. അങ്ങനെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വാരിയസ് ഫണ്ടുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഏത് ആക്ട് റൂൾസ് ബൈലോസുമായി ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ Z വരെ ഉണ്ട് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡീനെ കൺസിസ്റ്റ് ചെയ്യുന്നതും ഡെലിഗേറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് ദ മോഡ് ഓഫ് എലക്ഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, വീണ്ടും എയും AB കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയും Z വരെ പറഞ്ഞതിന് ശേഷം എയും ABയും ആയിട്ട് ചെറിയൊരു പോയിന്റ്, അതായത് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ടച്ചിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മിറ്റി ഓർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ സൊസൈറ്റി ഫാളിംഗ് വിത്തിൻ ദ പ്രിവ്യൂ ഓഫ് സെക്ഷൻ 69 സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പ്രൊസീജിയർ റിഗാർഡിംഗ് വാല്യുവേഷൻ ഓഫ് ഷെയർസ്, റീഫണ്ട് ചെയ്യുമ്പോൾ ഷെയർസ് എങ്ങനെ വാല്യൂ ചെയ്യും എന്നതുള്ള പ്രൊസീജിയേഴ്സും ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കാര്യമാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് മാക്സിമം ലോൺ അഡ്മിസിബിൾ ടു എ മെമ്പർ, അതായത് മാക്സിമം ലോൺ അഡ്മിസിബിൾ ടു എ മെമ്പർ, MB നമ്മൾ പറയില്ലേ മാക്സിമം ബോറോയിങ് പവർ, അതുപോലെ തന്നെ മാക്സിമം പെർമിസിങ് എത്ര ലോൺ കൊടുക്കാമെന്ന്, അതുപോലെ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു മെമ്പേഴ്സ്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണല്ലോ ഈ ഒരു മേഖലയിൽ ഇതൊക്കെ ചെയ്യുക. മാക്സിമം ലോൺ എത്ര കൊടുക്കാം ഒരു മെമ്പർക്ക്, അതുപോലെ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ലോൺസിന് ഈടാക്കാം. ദ കണ്ടീഷൻസ് ഓൺ വിച്ച് ലോൺസ് മേ ബി ഗ്രാൻഡഡ് ടു മെമ്പേഴ്സ് ആൻഡ് ടു മെമ്പേഴ്സ് ഓഫ് മാനേജിങ് കമ്മിറ്റി, അതിൻ്റെ കണ്ടീഷൻസ് എന്തെല്ലാമാണ്, മെമ്പേഴ്സിന് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന് കൊടുക്കുമ്പോഴും കണ്ടീഷൻസ് എന്തെല്ലാം ഇവർ ഫോളോ ചെയ്തിരിക്കണം. അതിൻ്റെ പെനാൽറ്റീസ്, ലോൺ എന്തെങ്കിലും മിസ് ആപ്ലിക്കേഷൻ നടത്തിയിട്ട് പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുമ്പം അതെങ്ങനെ നടത്തണം. പിന്നെ പ്രൊസീജിയർ ഫോർ ഗ്രാൻഡിങ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. പിന്നെ കോൺസിക്വൻസസ് ഓഫ് ഡീഫോൾട്ട് നടത്തുമ്പം സർക്കംസ്റ്റാൻസസ്, ഒരു ലോൺ റീകോൾ ചെയ്യുമ്പം എന്തൊക്കെ ഉണ്ട്, മാറ്റേഴ്സ് റെഫേർഡ് ടു സബ് റൂൾ 1 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് റൂൾ 1 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി വായിച്ചോളൂ കേട്ടോ. ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് മുഴുവൻ ഇപ്പം നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. ബൈലോയിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുവിധം എല്ലാ കാര്യങ്ങളും ബൈലോയിൽ പറയും. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ഉത്തരമായിട്ട് വരിക അല്ലേ. ഇനി ഏതാണ് ഇല്ലാത്തത് എന്നും നമുക്ക് നോക്കി പഠിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സൊസൈറ്റിയായി ബന്ധപ്പെട്ട ഏത് നമുക്ക് ഒഴിവാക്കണം എന്ന് അറിയില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, മാക്സിമം ലോൺ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. കുറച്ച് പോയിന്റുകളല്ലേ ഉള്ളൂ, അപ്പോൾ അത് ജസ്റ്റ് ഈ 1, 2, 3 എന്ന് പറഞ്ഞിട്ട്
കൊടുത്തിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഇതിലാണ് ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, 7 വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 8 ഈ അമെൻമെൻറ്റ് പുതുത് വന്നിട്ടുള്ളത് ഇൻകം ആൻഡ് ലയബിലിറ്റി ഓഫ് ദ ബോറോവർ ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആരെ? ഈ ക്രെഡിറ്റിൽ കേട്ടോ. ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ് അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കീഴിൽ, അതായത് ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ അവരുടെ ഒരു കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസിലാണ് ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത്. ഈ ഒരു മാറ്റം വന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു പോയിന്റ്, ഇൻകം ആൻഡ് ലയബിലിറ്റി ഓഫ് ബോറോവർ ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി. അതാണ് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഈ ഒരു ബൈലോയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തൊന്നും ചെയ്തിട്ടില്ല. പണ്ട് എന്താണോ പറഞ്ഞു വെച്ചിരിക്കണം അത് തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിനെയും ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോകാം. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ മോഡ് ഓഫ് കണ്ടക്ടിങ് ബിസിനസ് സച്ചാസ്, അതായത് ഒരു മാനുഫാക്ചറും പർച്ചേസും സെയിലും സ്റ്റോക്ക് ടേക്കിങ്ങും ഒക്കെ നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ മാറ്റേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ട രീതികളെക്കുറിച്ച്, മോഡിനെ കുറിച്ചിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ സബ് റൂൾ 1 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി കോമ്പോസിറ്റ് സൊസൈറ്റികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് സൊസൈറ്റി? എന്ന് നല്ലൊരു ടേമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കോമ്പോസിറ്റ് സൊസൈറ്റിയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ആ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പോസിറ്റ് സൊസൈറ്റി എന്താണ്? ദാറ്റ് ഈസ് ടു സേ സൊസൈറ്റി ഹാവിങ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ അങ്ങനെ ഒരു വേർഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്ത് സൊസൈറ്റി ആണാവോ എന്ന് വിചാരിച്ച് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്. സൊസൈറ്റി ഹാവിങ് ബോത്ത് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ഫങ്ഷൻസ് ഉള്ളതിനെയാണ് എന്ത് പറയണത്? ഇൻ ദ കേസ് ഓഫ് കോമ്പോസിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മാറ്റേഴ്സ് റൂളിൽ 1, 2, 3 പറഞ്ഞിട്ടുള്ള മാറ്റേഴ്സ് തന്നെയാണ് ഇവിടെ കോമ്പോസിറ്റ് സൊസൈറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബൈലോയുടെ ഉള്ളിലുള്ള കണ്ടൻറ്റുകൾ, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് വന്ന ഭാഗം ഇതാണ്. അമെൻമെൻറ്റ് ന്യൂ ഇതാണ്. ഇൻകം ആൻഡ് ലയബിലിറ്റി ഓഫ് ബോറോവർ ആൻഡ് ഹിസ് റീപേയിങ് കപ്പാസിറ്റി എന്നതാണ് പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത പോയിന്റ് എന്നൊന്ന് ഓർത്തു വയ്ക്കണം. പിന്നെ ഇവിടെ ക്രെഡിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നോൺ ക്രെഡിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നോൺ ക്രെഡിറ്റ് എന്താണ് ചെയ്യുന്നതെന്ന്, പിന്നെ കോമ്പോസിറ്റ് സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് റൂൾ 6 പോവുകയാണ് നമ്മൾ. റൂൾ 6 മോഡൽ ബൈലോ ആണ് കേട്ടോ. റൂൾ 6 എന്താണ്? മോഡൽ ബൈലോ ആണ് റൂൾ 6 എന്ന് പറയുന്നത്. റൂൾ 6 മോഡൽ ബൈലോ ആണ്. ഇറ്റ് ഷാൾ ബി കോമ്പീറ്റൻറ്റ് ടു രജിസ്ട്രാർ. രജിസ്ട്രാർ ആണ് മോഡൽ ബൈലോ ഫ്രെയിം ചെയ്യുന്നത്. ഇറ്റ് ഷാൾ ബി കോമ്പീറ്റൻറ്റ് ടു രജിസ്ട്രാർ ടു ഫ്രെയിം ബൈലോസ്. മോഡൽ ബൈലോസ് ഫ്രെയിം ചെയ്യുന്നു ഫോർ ഈച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് സൊസൈറ്റി ആൻഡ് ടു സജസ്റ്റ് മോഡിഫിക്കേഷൻസ് തീർത്തു ഫ്രം ടൈം ടൈം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അത് സജസ്റ്റ് ചെയ്യും. അപ്പം ക്ലാസ് അനുസരിച്ചിട്ടാണ്, സൊസൈറ്റിയുടെ ക്ലാസ് അനുസരിച്ചിട്ടാണ് എന്ത് ഫ്രെയിം ചെയ്യുന്നത്? ബൈലോസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ല പോയിന്റ് അല്ലേ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇറ്റ് ഷാൾ ബി കോമ്പീറ്റൻറ്റ് ടു രജിസ്ട്രാർ ടു ഫ്രെയിം ബൈലോസ് ഫോർ ഈച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് സൊസൈറ്റി ആൻഡ് ടു സജസ്റ്റ് മോഡിഫിക്കേഷൻസ് പറയുന്നതും ഫ്രം ടൈം ടു ടൈം പറയുന്നതും ആരാണ്? കോമ്പീറ്റൻ്റ് ആരാണ്? രജിസ്ട്രാർ തന്നെയാണ്. അതൊരു പോയിൻ്റാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. സച്ച് മോഡൽ ബൈലോസ് ഷാൾ ബി അഡോപ്റ്റഡ് ബൈ. അങ്ങനത്തെയുള്ള മോഡൽ ബൈലോസ് ആണ് സൊസൈറ്റി അഡോപ്റ്റ് ചെയ്യുന്നത്. അത് മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? അവർക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്തുന്നു. എന്നിട്ടത് ആർക്ക് കൊടുക്കുന്നു? രജിസ്ട്രാർ സജസ്റ്റ് ചെയ്യും. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് രജിസ്ട്രാർ അംഗീകരിക്കും വേണം കേട്ടോ. ആ മോഡിഫിക്കേഷൻസ് അവർ അംഗീകരിക്കും വേണം. ഓക്കെ, അത്തരത്തിലുള്ള മോഡൽ ബൈലോസ് ആണ് ആര്? സൊസൈറ്റി അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് ഒന്ന് ഓർത്തിരിക്കണം. അതാണ് റൂൾ 6 നമുക്ക് പറയാനുള്ളത്. അതായത് ബൈലോയുടെ ഒരു കാര്യം, ഇതിൽ ബൈലോയുടെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ കഴിഞ്ഞു. പിന്നെ റൂൾ 6 മോഡൽ ബൈലോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മോഡൽ ബൈലോസ് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ റൂൾ 6 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഡൽ ബൈലോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോഡൽ ബൈലോസ് ഫ്രെയിം ചെയ്യാനുള്ള കോമ്പീറ്റൻ്റ് ആരാണ് അധികാരപ്പെട്ടത്? രജിസ്ട്രാർ ആണ്. അപ്പോൾ മോഡൽ ബൈലോസ് എന്താണ് കോമ്പീറ്റ് ചെയ്യുന്നത്? രജിസ്ട്രാർ ആണ് ടു ഫ്രെയിം മോഡൽ ബൈലോസ്. മോഡൽ ബൈലോസ് ഏത് രീതിയിലാണ്? ക്ലാസസ് ഓഫ് സൊസൈറ്റി നോക്കിയിട്ടാണ് ഫ്രെയിം ചെയ്യുന്നത്. എങ്ങനെ നോക്കണത്? രജിസ്ട്രാർ ടു ഫ്രെയിം ബൈലോസ് ഫോർ ഈച്ച് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് സൊസൈറ്റി നോക്കുന്നു. പിന്നെ മോഡിഫിക്കേഷൻസ് സജസ്റ്റ് ചെയ്യുന്നു ഫ്രം ടൈം ടു ടൈം. അതും നടക്കുന്നത് ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അത്തരത്തിലുള്ള മോഡൽ ബൈലോസ് ആണ് സൊസൈറ്റി അഡോപ്റ്റ് ചെയ്യുന്നതും മോഡിഫിക്കേഷൻസ് വരുത്തുന്നതും. ഈ മോഡിഫിക്കേഷൻസ് ആര്? രജിസ്ട്രാർ
രജിസ്ട്രാർ എഗ്രി ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഒക്കെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടാവുന്നത്. അത്രയാണ് ഈ മോഡൽ ബൈലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്